പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. ഒറ്റപ്പാലത്ത് ശ്രീ മൂകാംബിക സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരുവോണ പ്രസാദ വിതരണവും തിരുവോണ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ഒറ്റപ്പാലത്ത് ശ്രീ മൂകാംബിക സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരുവോണ പ്രസാദ വിതരണവും തിരുവോണ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി ധർമ്മസ്വരൂപാനന്ദ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീ മൂകാംബിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രസാദ വിതരണവും ഒരു കിറ്റ് വിതരണവും നടത്തുന്നതാണ്. അതിനാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവിയുടെ പേരിൽ ഇങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ കൂടി നമുക്ക് ദേവിയിൽ ഭക്തിയും മൂകാംബിക ദർശനത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ അറിഞ്ഞത്. ഇത് കൂടാതെ നമ്മളിപ്പോൾ ഓണമാണ്, കേരളം മാത്രമല്ല ചടങ്ങിൽ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ, മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ശങ്കരൻകുട്ടി, BJP ഒറ്റപ്പാലം മണ്ഡലം ജനറൽ സെക്രട്ടറിയും ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറുമായ സ്വരൂപ്, ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പാർവതി, നഗരസഭാ കൗൺസിലർ വിനീത മണികണ്ഠൻ, ജയന്തി, പ്രസീത, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ട്രഷറർ സുരേഷ് ബാബു, വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് സത്യഭാമ, മൂകാംബിക സേവാ സംഘം ഭരണസമിതി അംഗം K ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി അർഹരായ കുടുംബങ്ങൾക്കായി 105ഓളം തിരുവോണ കിറ്റുകൾ വിതരണം ചെയ്തു. തിരുവോണത്തിന്റെ സന്തോഷം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീ മൂകാംബിക സേവാ സംഘം സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി.